കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ അപകടത്തിന്റെ കാരണം UPSന്റെ ബാറ്ററി തകരാറെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. മെഡിക്കൽ കോളേജിൽ താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ജില്ലാ ഫോറൻസിക് വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് UPSന്റെ ബാറ്ററി തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കണ്ടെത്തിയത്. ഇന്റർണൽ ഷോർട്ടേജ് കാരണം ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ചു. തീ പടർന്നു പിടിക്കുകയും 34 ബാറ്ററികൾ കത്തി നശിക്കുകയും ചെയ്തു. UPS മുറിയിൽ മാത്രമാണ് അപകടമുണ്ടായത്. തുടർന്ന് പുക വ്യാപിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 2026 ഒക്ടോബർ മാസം വരെ വാറന്റിയുള്ളതാണ് MRI മെഷീനും UPSും. ഫിലിപ്സ് കമ്പനി നിയോഗിച്ച ഏജൻസി തന്നെയാണ് UPSന്റെയും മെയിൻ്റനൻസ് നടത്തുന്നത്. ഇവർക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. IP പേഷ്യൻസിന് നമ്മൾ ഇന്ന് തന്നെ മാറ്റി തുടങ്ങും. ബിൽഡിങ്ങിൻ്റെ അത് മാറ്റാനായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇലക്ട്രിക്കൽ PWD വിഭാഗത്തിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് IP റീസ്റ്റാർട്ട് അവിടെ ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തിയേറ്ററും നമുക്ക് ചൊവ്വാഴ്ചക്കുള്ളിൽ തിയേറ്ററുകളും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. എമർജൻസി മാത്രം നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തിന് മേളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പിടിക്കും. ബീച്ച് ആശുപത്രി കാഷ്വാലിറ്റിയിൽ കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്.